രാത്രിയിലേക്ക് എന്തെങ്കിലും കറി വെക്കാൻ വേണ്ടി വാങ്ങാൻ പോയപ്പോൾ അതേ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആപ്പിളിനോടാണ് കൂടുതൽ ഇഷ്ടം മക്കൾക്ക് 2 പേർക്കും. അങ്ങനെ കുറച്ച് ഓറഞ്ചും ആപ്പിളും വാങ്ങിയിട്ടുണ്ടായി. പിന്നെ നമ്മുടെ തണ്ണിമത്തനില്ലേ അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ആപ്പിൾ 2 ആക്കും ഇങ്ങോട്ട് ചെത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നന്നായിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ ടൗണിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേ പറഞ്ഞു കേട്ടോ, അമ്മ വരുമ്പോൾ എനിക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവരണേ. ആപ്പിളും വത്തയ്ക്കാണ് അവൻ മെയിനായിട്ട് പറഞ്ഞു കേട്ടോ. അവൻ ആ ഒരു ഫ്രൂട്ട്സ് 2 കഴിക്കുള്ളൂ. നമ്മുടെ കുഞ്ഞുവാണെങ്കിൽ ആപ്പിൾ അങ്ങനെയൊന്നും കഴിക്കാറില്ല. പക്ഷെ അവന് വത്തക്ക ഇഷ്ടമാണ് കേട്ടോ. കുരു എല്ലാം കളഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ അങ്ങ് കഴിച്ചോളും. അങ്ങനെ അത് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആപ്പിൾ മധുരമുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് ആദ്യം ചെത്തി നോക്കാം. അപ്പോൾ അതേ ആപ്പിൾ മധുരമുണ്ട്. അപ്പനും കുഞ്ഞിനും ഓരോ കഷ്ണം കൊടുത്തു. അവരിനി കഴിക്കുകയാണെങ്കിൽ കൊടുക്കാം. പിന്നെ നമുക്കിന്ന് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ നന്നാക്കാനൊക്കെ ഉണ്ട്. അതിന് അടുത്ത പരിപാടി കറിയോ. നമുക്കപ്പോൾ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങി കൊണ്ടുവച്ചിട്ടുള്ളൂ. ഇനി കറിയിൽ ഉണ്ടാക്കണം. കുഞ്ഞുങ്ങളെ ആപ്പിളൊക്കെ തിന്നവിടെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം മധുരമുള്ള ആപ്പിൾ തന്നെയാണ്. ഏട്ടൻ സാധനമെല്ലാം വാങ്ങി തന്നിട്ട് ഏട്ടൻ പുറത്തോട്ട് പോയിട്ടുണ്ട്. ടൗണിൽ പോയിട്ട് വരാമെന്നുണ്ട്. അമ്മയെ ചിക്കനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിയും. ഇനി ഞാൻ ചിക്കൻ നന്നാക്കിയിട്ട് ചിക്കൻ കറി ആരുണ്ടാക്കും? അമ്മ ഉണ്ടാക്കുവോ? ആരുണ്ടാക്കുക? ഒന്നിലും അമ്മ ഉണ്ടാക്കും, ഒന്നിലും ഞാൻ ഉണ്ടാക്കും. മിക്കവാറും അമ്മ തന്നെ ഉണ്ടാക്കും. ഞാൻ ചിക്കൻ എന്തായാലും കഴുകി കൊടുക്കട്ടെ. നല്ല മീനുണ്ടായിരുന്നെങ്കിലും നമ്മൾ മീൻ വാങ്ങിയില്ല കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ മീൻ നന്നാക്കി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് എളുപ്പപ്പണിക്ക് ചിക്കൻ വാങ്ങിയതാണ്. പിന്നെ മീനാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മളൊന്ന് ഒഴിവാക്കി മാറ്റി പിടിച്ചു. അങ്ങനെ ചിക്കൻ ഇതേ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അത്യാവശ്യം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കഴുകാൻ വേണ്ടി പോവാണ്. കഴുകല്ല, നന്നാക്കി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നന്നാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. നേരത്തെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കുക്കറാണ് ശരണം. കുക്കറിൽ ഇട്ടാലേ വേഗം ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ചട്ടിയിൽ ഇന്ന് വെക്കുന്നില്ല കേട്ടോ. കുക്കറിൽ നമുക്ക് തട്ടിക്കൂട്ടി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ അമ്മ കുക്കറിൽ വെച്ചാലും ചട്ടിയിൽ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് ടേസ്റ്റ് ആവില്ല. എനിക്ക് ചട്ടിയിൽ ഇങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതൽ രുചി തോന്നാറ് കേട്ടോ. കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പാളി പോകാറാണ് പതിവ്. പക്ഷെ അമ്മ 2-ൽ വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ചിക്കൻ നന്നാക്കുമ്പോഴത്തേക്ക് ദേ അമ്മ ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയെല്ലാം ഇങ്ങനെ കൂട്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനല്ല കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ അമ്മേൻ്റെ ഒക്കത്ത് നമ്മുടെ കുഞ്ഞു വന്നിരുന്നിട്ടുണ്ട്. അവൻ എപ്പോഴും അങ്ങനെയാണ്. എന്നേക്കാൾ കൂടുതൽ അവൻ അമ്മേൻ്റെ കൂടെ ആയിരിക്കും. പിന്നെ പൊതുവേ കുക്ക് ചെയ്യുമ്പോൾ അവന് മേത്ത് ഇങ്ങനെ കയറിയിരിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ അമ്മ ഉണ്ടാക്കുന്ന കറിയെല്ലാം നോക്കിയിരിക്കുകയാണ്. ആശാന് ചെറിയ രീതിയിൽ ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ചിക്കൻ പൊരിച്ച് ചോറ് തിന്നിട്ടൊക്കെ കിടന്നാൽ മതി കേട്ടോ. ഇനി എങ്ങനെ നിലത്ത് വെക്കാൻ നോക്കിയാലും അവൻ നിലത്ത് ഇറങ്ങില്ല. അവന് കറി ഒന്ന് അടുപ്പത്ത് വെക്കുന്നവരെ അവൻ അമ്മയുടെ ഒക്കത്ത് അങ്ങനെ ഇരിക്കും. ചില സമയം എൻ്റെ ഒക്കത്ത് കയറിയിരിക്കും കേട്ടോ. നന്നാക്കി എടുത്ത് ചിക്കൻ നല്ല രീതിയിൽ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഏട്ടന് പൊതുവേ ഈ ചിക്കനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ചിക്കൻ കറി ആണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും ഒന്നും താല്പര്യമില്ല. ഇന്ന് ചിക്കൻ വാങ്ങാം, നാളെ മീൻ വാങ്ങാം, മറ്റന്നാൾ ബീഫ് വാങ്ങാമെന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ഏട്ടൻ പറയും പച്ചക്കറികൾ കഴിക്കും, ഇങ്ങനെ ചിക്കനൊന്നും കഴിക്കലേന്ന്. ഇനി അഥവാ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിയാൽ തന്നെ ഏട്ടൻ 1-2 കഷ്ണം അത് ഫ്രൈ ചെയ്താലും 1 കഷ്ണോ 2 കഷ്ണോ ആയിട്ടൊക്കെ കഴിച്ചാൽ അത്രയേ ഉള്ളൂ കേട്ടോ. നിർബന്ധമൊന്നുമില്ല. പിന്നെ ചാറെല്ലാം കൂട്ടിയിട്ടാണ് കഴിക്കാറ് ചോറൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ വാങ്ങുന്ന പറയുമ്പോൾ ഏട്ടൻ എന്നെ ചീത്ത പറയാറുണ്ട് കേട്ടോ. നീ കുഞ്ഞുങ്ങളെ നല്ല ശീലം പഠിപ്പിക്കും, പച്ചക്കറി വാങ്ങി കഴിപ്പിക്കുന്നൊക്കെ ഏട്ടൻ പറയാറ്. പച്ചക്കറി ആണെങ്കിൽ എൻ്റെ 2 മക്കൾക്കും ഇഷ്ടമല്ല. ഞാൻ എന്താ ചെയ്യുക? കുഞ്ഞുങ്ങൾക്ക് ചിക്കനോടും മുട്ടേനോടൊക്കെയാണ് ഇഷ്ടം. അത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. കറി വെച്ചാലൊന്നും അവർ കൂട്ടില്ല. ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കും. മീനാണെങ്കിലും ഫ്രൈ ചെയ്താൽ കഴിക്കും, ചിക്കൻ ആണെങ്കിലും ഫ്രൈ ചെയ്താൽ കഴിക്കും, മുട്ടയാണെങ്കിലും പുഴുങ്ങിയാൽ കഴിക്കില്ല, നമ്മൾ പൊരിച്ചു കൊടുത്താൽ കഴിക്കും. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനുള്ള മസാലയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ കുഞ്ഞു അപ്പം കഴിക്കേണ്ടതുകൊണ്ട് തന്നെ അവർക്ക് അധികം എരിവ് പറ്റില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മണം ഒട്ടും കുറയ്ക്കേണ്ട വിചാരിച്ചിട്ട് നല്ല ചിക്കൻ മസാല നമുക്ക് വാരിക്കോരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛനും മക്കൾക്കൊക്കെ ചാറ് മതി. കുഞ്ഞുവാണെങ്കിൽ ചാറും കൂട്ടൂല. അപ്പുവാണെങ്കിലും ഏട്ടനാണെങ്കിലും ചാറ് കൂട്ടിയിട്ടാണ് എന്തും കഴിക്കാറ്. പിന്നെ ചിക്കൻ കറിയിലിട്ടതെല്ലാം കഴിക്കാൻ ഞാനും അമ്മയാണ് കേട്ടോ. എല്ലാവർക്കും ഫ്രൈ ചെയ്തതിനോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ അങ്ങോട്ട് തട്ടിക്കൊടുത്ത് നല്ലോണം കുഴച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അതേ കുറച്ച് വെള്ളം അങ്ങനെ തെളിച്ചിട്ട് ഞാനിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊതുവെ ഇവിടെ രാത്രിയിലായിരിക്കും മിക്കപ്പോഴും കറികളൊക്കെ വെക്കാറ് കേട്ടോ. മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ രാത്രിയാണ് വെക്കാറ്.
അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് കറിയുടെ ആവശ്യം വരില്ല, കറി ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ ഉച്ചത്തേക്കും ഉണ്ടാവും കേട്ടോ. രാത്രിയിൽ ഈ കറി വെക്കുന്നൊക്കെ ഒരു മടുപ്പാണ്. എന്നാലും അമ്മ ഞാനും കൂടെ ഉള്ളപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാവും. മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ചിക്കൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അമ്മയാണെങ്കിൽ അവിടെ ചിക്കൻ കറിക്കുള്ള പരിപാടിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞൂന് എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് നിലത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കനെല്ലാം മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുനി ഹാളിൽ നിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മയെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളല്ലേ 2 ദിവസം മുന്നേ ചിക്കൻ ബിരിയാണി കഴിച്ചത്, ഇനി 2 ദിവസം കഴിയട്ടെ എന്നിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് സാധാരണ ചോറും കൂട്ടി കഴിക്കാമെന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ ചിക്കനെല്ലാം മസാല തേച്ച് പിടിപ്പിച്ചു. ഇനി കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും കറിയെല്ലാം കുക്കറിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറിയിലിടുന്നതിനേക്കാൾ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുക്കറിൽ മസാല എല്ലാം നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ചേർത്ത് ചിക്കനും കൂടെ തട്ടി കൊടുത്തിട്ട് വിസിൽ വന്ന ചിക്കൻ കറി റെഡി. അപ്പോൾ ഞാൻ ചുമ്മാ അമ്മയായിട്ടൊരു സെൽഫി ആയിട്ടൊരു വീഡിയോ എടുത്തു. അമ്മയാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല, അമ്മ ഭയങ്കര കുക്കിങ്ങിലാണ്. അങ്ങനെ കുഞ്ഞു അതിൻ്റെ ഇടയിൽ എന്തോ വന്ന് പറയുന്നുണ്ട് കേട്ടോ, ഹായ് ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ ഞാനെല്ലാം നിരത്തിയിട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ കുഞ്ഞുണ്ണി ചൂണ്ടിക്കാണിക്കുന്നത്. അത് പിന്നെ സ്ഥിരമുള്ള പരിപാടി, ഇതെല്ലാം ഇനി വാരിപ്പെറുക്കി സഞ്ചിയിലാക്കണം. അടുക്കളയിലൊന്നും ആയില്ലേ എന്ന് വലിയ ആളെ പോലെ വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഇട്ടുകൊടുത്ത ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തു കേട്ടോ. 2 വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാവുക. അങ്ങനെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തു. പിന്നെ എനിക്ക് ഫ്രൈ ചെയ്യൽ പരിപാടിയാണ് കേട്ടുള്ളത്. അപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ടായി, അത് അമ്മ കൈയോടെ കഴുകി വെക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ വീതം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ സൗണ്ട് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്, വണ്ടി ചറപറയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്ത് എനിക്ക് ചിക്കനും മീനും വറക്കുമ്പോഴുള്ള സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷീ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ട്രിപ്പ് കഴിഞ്ഞു, അടുത്ത ട്രിപ്പ് നമ്മൾ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചിക്കൻ കറി വിസിലെല്ലാം വന്നു സെറ്റായി കൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വറ്റിക്കുന്നില്ല കേട്ടോ, വേണമെങ്കിൽ കുക്കറിൽ നിന്ന് നമുക്ക് കറി കുറച്ച് വറ്റിച്ച് അങ്ങ് എടുക്കാം. നമ്മൾ പക്ഷേ വറ്റിക്കുന്നില്ല. നാളെ ഞായറാഴ്ചയാണ്, പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, സ്കൂളിലൊന്നും ആർക്കും പോകണ്ട, വർക്കിനും പോകണ്ട. അതുകൊണ്ട് ആക്കം പോലെ ടീച്ചർ നമുക്ക് എന്താ പറയുന്നത് പൂരി ഉണ്ടാക്കുക. അതുകൊണ്ട് ചിക്കൻ കറിക്ക് കുറച്ച് ചാറ് നിന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്ത് കഴിക്കട്ടോ. ഞാൻ മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും കൊണ്ട് കൊടുക്കും. അങ്ങനെ പകുതി മുക്കാൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വായിലോട്ട് പോകും കേട്ടോ. അങ്ങനെ ചിക്കനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചൂടോടുകൂടി കഴിക്കാൻ നല്ല രുചിയാണ്. അങ്ങനെ കുഞ്ഞുനും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കഴിക്കുന്നുണ്ട്, അപ്പു ആണെങ്കിലും കഴിക്കുന്നുണ്ട്. കുഞ്ഞു വിഴുങ്ങി വിടുകയാണ്, പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഞ്ഞു അത്യാവശ്യം നന്നായിട്ട് വിഴുങ്ങി തന്നെ വിടുന്നുണ്ട്. പിന്നെ അപ്പുതേ തിന്നിട്ട് എല്ലാം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പുവിനും പല്ലൊന്നുമില്ല, പക്ഷെ അവൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ഏകദേശം എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. അപ്പുവിന് ചോറ് വിളമ്പി. ചിക്കൻ കറിയുടെ ചാറ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ചിക്കൻ ഫ്രൈയും എടുത്തു. അങ്ങനെ അപ്പുവിന് ചോറ് കൊണ്ട് കൊടുത്തു. കുഞ്ഞുന് ഞാനാണ് ചോറ് കൊടുക്കുന്നത്. ചോറിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും അതും കൂട്ടിയിട്ട് നമ്മൾ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. കുഞ്ഞ് പൊതുവെ കറികളൊന്നും കൂട്ടില്ല, ഉപ്പേരികളൊന്നും കൂട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കൻ ആകുമ്പോൾ താനെ വായ തുറന്നോളൂ കേട്ടോ. കണ്ടില്ലേ, ചോറ് കൊണ്ടിരുന്നതിന് മുമ്പ് തന്നെ വായ തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊള്ളി തോന്നുന്നു, അത് എക്സ്പ്രഷൻ അങ്ങോട്ട് മാറിയത്. അങ്ങനെ കുഞ്ഞ് ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്കും കൂടെ ചോറ് തിന്നണം. ഞാൻ നേട്ടം വരാൻ വേണ്ടിയിട്ടൊന്നും കാത്തു നിൽക്കുന്നില്ല, നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നേട്ടം ടൗണിൽ പോയതാണ്. അങ്ങനെ മുരിങ്ങച്ചപ്പിൻ്റെ ഉപ്പേരിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നൈറ്റിലെ ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ കാണാനായിട്ട്